ഇപ്പൊ താങ്കള് ഇപ്പൊ മലയാള സിനിമകൾ കാണാറില്ല. ഇപ്പൊ ആവേശം എന്ന് പറഞ്ഞ സിനിമയില് ഫഹദ് ഫാസിൽ ചെയ്ത ഒരു ആവേശം കാണാൻ പോയത് ഇതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കുറച്ച് ബന്ധുക്കളുണ്ട്, കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് അത് എനിക്ക് ആവേശം സിനിമയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. അപ്പൊ അവിടെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് ഈ പടത്തിനോട് സംസാരിച്ചു. സിനിമ നോക്കാൻ പോയപ്പോൾ തുടങ്ങിയ സമയത്ത് വൈകുന്നേരം തീരു വരയ്ക്കും നിന്റെ കാര്യമാണ് സംസാരിച്ചിരുന്നത്. അപ്പം എന്തെന്നും ചോദിച്ചപ്പോൾ പറയൂ നീ പോയി നോക്ക്, അപ്പോൾ മനസ്സിലാവും. എനിക്ക് ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ പോയി നോക്കാൻ പോയത്. ഞാൻ അന്ന് തൊട്ട് എല്ലാവരും എന്നെ കാണുമ്പോൾ ഞാൻ കേട്ടാ അത് വല്ല പൊളിയാ പടം. സിനിമ റിലേറ്റബിൾ ആയിട്ട് തോന്നി കുറച്ചൊക്കെ. നമ്മള് ആ സമയം തൊട്ട് അങ്ങനെ നടക്കുകയില്ലേ. അതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും പണം ഉണ്ടെങ്കിലും ഇത്ര ആളുകൾ ഉണ്ടെങ്കിലും ഒരാള് പോലും കൂടെ സത്യം. അപ്പൊ ഞാൻ എന്നെ ചിന്തിച്ച് നോക്കിയതാ അത് ആ കാര്യം. ഞാന് പൈസ ഈ കാലത്ത് ജീവിക്കണമെങ്കിലും പൈസയാണ് മനസ്സിലായില്ലേ. അല്ലാതെ പൈസ വെച്ച് നമുക്കൊന്നും നേടാൻ പറ്റൂല. പക്ഷെ എല്ലാവർക്കും പൈസ വലുത്, അവർക്ക് അതാ വലുത്. എൻ്റെ മുമ്പിൽ ഇന്ന് 100 കോടിയിൽ 1000 കോടി കൊണ്ട് ഫണ്ട് വെച്ചാൽ ഞാൻ ഇങ്ങനെയാ, എൻ്റെ സംസാരം ഇങ്ങനെയാ, എൻ്റെ രീതി ഇങ്ങനെയാ. ഇന്ന് ഇവിടെ 0 ആയി വലിയ പോലെ ഇല്ലാതെ ഇരുന്നാലും ഞാൻ ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. എനിക്കൊരു മാറ്റം വരത്തില്ല. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നടന്നേ പോലെ തന്നെ ഇരിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മള് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ല എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർക്ക് എന്ത് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആവശ്യം. അവൻ തോറ്റ് കാണണം, അവനെ ഒന്ന് തോപ്പിച്ച് കാണണം, അവൻ തോറ്റുന്ന അവൻ്റെ വാ കൊണ്ട് പറയണം, ഇല്ല എൻ്റെ കണ്ണുകൊണ്ട് കാണണം. ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ മുമ്പിൽ കാണുന്ന ചിരിക്കുന്നവരൊക്കെ എല്ലാവരും നമ്മളെ നല്ലതാ കാണണമെന്നൊക്കെ. മുമ്പിൽ സംസാരിക്കുന്ന ആരും ബാക്കിലോട്ട് എന്തോ അതിൻ്റെ ഫ്രണ്ടിൽ ചിരിക്കും, ബാക്കിൽ കുത്തും, അതൊക്കെയാണ്. അപ്പോൾ നമ്മളെ മനസ്സാക്കി കറക്റ്റ് ആയിരിക്കും. നമ്മൾ അടുത്തത് നോക്കാതിരിക്കണം, അത്രയേ ഉള്ളൂ. നമ്മള് ഇപ്പോ ഒരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ പ്രതികാരം കാണിക്കാൻ പോകരുത്. സത്യം എല്ലാവർക്കും അങ്ങനെയാ. അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു, അവൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പകുതി അങ്ങനെയാ വരുന്നത്. പക്ഷെ എൻ്റെ ജീവിതത്തില് ഒരുപാട് എനിക്ക് എതിരി എന്ന് വെച്ചാൽ ഞാൻ ഒരാളെ നോവിച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. പക്ഷെ എല്ലാവർക്കും നല്ലത് ചെയ്ത് തിരിച്ചെനിക്ക് ഒരുപാടായി. നല്ലത് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് എനിക്ക് എതിരികൾ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മളവർ എത്ര തന്നെ അവയുടെ നമ്മൾ ഒതുങ്ങിയിരുന്നാലും നമ്മളവര് നേരയ്ക്ക് നേരെ വരില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ആണുങ്ങളെയാണ്. നേരയ്ക്ക് നേരെ വേണം. അടിച്ചാലും കൊന്നാലും മാറി മാറി ചത്താലും വിഷയമില്ല. പക്ഷെ ഈ നമ്മൾ കാണുന്നതെല്ലാം പെണ്ണുങ്ങളായിരിക്കണം. എന്ത് ചെയ്യാൻ? അവരെല്ലാം ബാക്കിലോടിയ പണി. നേരയ്ക്ക് ആരും വരില്ല. വാ മാത്രം സംസാരിക്കാൻ നമ്മളെ മുമ്പിൽ സംസാരിക്കത്ത് നമ്മളെ കുറിച്ച് എന്ത് പറയാം? നമുക്കൊന്നുമില്ല. നമ്മളെ മുമ്പിൽ സംസാരിക്കാൻ കഴിവില്ലാത്തതിൽ പോണം, അത്രയുള്ള ആൾക്ക്. അങ്ങനെ വിചാരിച്ചു ഞാൻ ഇപ്പൊ പോവും. പിന്നെ എന്താ എനിക്ക് എൻ്റെ പറയാനുള്ളത്, എന്നെ വിശ്വസിക്കുന്നത് എനിക്ക് മതി, ബാക്കിയുള്ളത് എനിക്ക് വേണ്ട. അവനെ ഇഷ്ടം പോലെ പോട്ടെ. അവനെന്തിനാ നമുക്ക്? ഞാനിവിടത്തെ ദൈവമൊന്നല്ലല്ലോ, നമ്മൾ ലോകത്തുള്ളതല്ലേ. നമ്മളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ നന്നായിരുന്നു അവർ നന്നായിരിക്കും. ഇത്രയും എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അല്ല ഞാൻ നിന്നെ അബ്ബാനിയാക്കാനൊന്നും നമുക്ക് പറയാൻ വാക്ക് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളെ ജീവിതം ഇന്നാ നാളെ എന്നിരിക്കുന്നത്. നമ്മളെപ്പോൾ എങ്ങനെ ഇരിക്കണം നമുക്ക് അറിയുന്നില്ല. ഈ പണം എന്നുള്ള സാധനം നമുക്കൊന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ വ്യവസായ ചിന്തയ്ക്ക് എനിക്കൊന്നും വന്നിട്ടില്ല. എന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്നൊരിക്കും ഒരേപോലെ ഉണ്ടാക്കി വെച്ചിരിക്കാനും നോക്കത്തില്ല. പറ്റുന്ന ഹെൽപ്പ് ആരും പ്രതീക്ഷിച്ച് ഈ കാലഘട്ടത്തിലായിരിക്കും പൈസ ഇല്ലാതെ പല രീതിയിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം ചിലയിടത്ത് 10,000 രൂപ ചോദിച്ചിട്ട് പോലും നിൻ്റെ അടുത്ത് ഇല്ലാത്ത പൈസ ചോദിക്കും. ദൈവം അടുത്ത സെക്കൻഡിന് തരും, അതിൻ്റെ അപ്പുറത്ത് തരും. അതിൻ്റെ ദൈവം എനിക്ക് ഇതൊരു ബുദ്ധിമുട്ട് വെച്ചിട്ടില്ല. ഇരിക്കുന്നവർക്കും മറ്റവർക്ക് ഹെൽപ്പ് ചെയ്യുക. അതിന് എന്നെ ചാവ് വരയ്ക്ക് ഇനി അത് തന്നെ. എത്ര ഒരുപാട് അനുഭവപ്പെട്ടിട്ടും ഒരുപാട് എന്തൊക്കെ പറഞ്ഞിട്ടും ചിലവര് എത്ര കൊടുത്താലും മതിയാവില്ല. നമ്മൾ ചിലപ്പോൾ കഷ്ടം കൊണ്ട് കൊടുക്കുമായിരിക്കും ഹെൽപ്പ്. കൊടുക്കുമ്പം അവർ സന്തോഷം നമ്മൾ കാണും. ശരി വെച്ചാൽ നമ്മൾക്കൊന്ന് അടുത്ത് പോകും. പിന്നെ 2-3 പ്രാവശ്യം
ആവുമ്പോൾ ഇവരെന്ത് ചെയ്യും, ടോട്ടലായിട്ട് അടുത്ത് ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ആപ്പോസിറ്റ് ആവും, പിന്നെ നമ്മളെ കുറിച്ച് മോശം പറയും. അപ്പം അങ്ങനെ ചെയ്തത് നന്ദിയൊക്കെ അങ്ങ് മറക്കും. ഇതൊക്കെ തന്നെയല്ല അവരൊക്കെ ലൈഫ്. ഓരോ 5 പേരിന് ഒന്നേ പോലെ അല്ലല്ലോ, ഓരോ ആൾക്കാർ ഓരോ രീതി, ആ രീതിക്ക് നമ്മൾ മുമ്പോട്ട് പോവുക.